ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്നിതാ ജസ്റ്റ് ഒരു ടൂറ് പോവുകയാണ് കേട്ടോ, തമിഴ്നാട്ടിലേക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ എടപ്പാളെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വെയിൽ പോകാം, നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് റെയിൽവേ താളം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ താളം വന്നിക്കണത്. ഇപ്പോൾ വണ്ടി വരാനായി, ഏകദേശം ടൈം ആയിട്ടുണ്ട്. അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ ബിൽഡ് ചെയ്യാൻ കേട്ടോ ഗായ്സ്. അങ്ങനെ ഇപ്പം ഇതാ ട്രെയിനിലായിട്ടുണ്ട്. നല്ല രാത്രി കേട്ടോ. ഞങ്ങളവിടെ 6 മണിക്കാണ് എത്തുന്നത്. ഇപ്പം നല്ലൊരു 9:50 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങളൊന്ന് ഉറങ്ങിയിട്ട് വരാം, ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. ഗായ്സ്, ഞങ്ങളിതാ റൂമിലൊക്കെ സെറ്റായിട്ട് ഇപ്പോൾ ഇതാ ബ്രെഡും ജാമും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഫേസ് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ ഇതാ ബ്രെഡും ജാമും കഴിക്കുക. ഇതിൻ്റെ മുമ്പ് ഞാൻ വട വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഗൈസ്, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ബ്ലഡ് കണ്ടോ ഗൈസ്, ദിസ് ഈസ് ജാം. ഓക്കെ ഗൈസ്, അങ്ങനെ എൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റായി. പോരുമ്പോഴൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിക്കണം, ഈ വാളൊക്കെ നോക്കിയിട്ട്. ഓക്കെ, അപ്പം ഈ ഹോട്ടലിൻ്റെ പേരെന്ന് പറയുന്നത് സ്കൈലിൻ സ്റ്റേ എന്നാണ്. അടിപൊളി ഹോട്ടലാട്ടോ, നല്ല അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഗൈസ്, ലുക്ക് ദിസ് ഇസ് ലൈക്ക് എ 3D ഗൈസ്. ഇതിങ്ങനെ ദിസ് ഇസ് ഓൺലി എ ചില്ല്, ദിസ് ഇസ് ഓൺലി ഗ്ലാസ്. ദിസ് വാസ് ബോൾ ലൈക്ക് സ്പിയർ അങ്ങനെയൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇവിടെ നമ്മൾ തമിഴ്നാട്ടിൽ ഭയങ്കര വലിയ ഫ്ലാറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച നമ്മൾ സാധാരണ സ്ഥലമാണ്, കേരളം മാതിരിയാണ്. പക്ഷേ ഇത് നമ്മുടെ ഹൈദരാബാദൊക്കെ മാതിരിയൊക്കെ ഉണ്ട്. എന്നൊരു ഫീലില് കുറേ ബിൽഡിങ്സും അപ്പാർട്ട്മെൻറ്റ്സും റിസോർട്ട്സും, കൂടുതൽ റിസോർട്ട്സാണ് കേട്ടോ ഉള്ളത്. താജ് ഹോട്ടൽ, അങ്ങനെ കുറേ ഹോട്ടൽസ് ഉണ്ട്. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ബൾബ് ഗൈസ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, എൻ്റെ അനിയനും ഇവിടെ എന്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നുവെച്ചാൽ എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല, എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ഉണ്ണി 2ാം ക്ലാസ് പഠിക്കുന്നതാണ്, അതാണ് കേട്ടോ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പുറത്തേക്ക്. അപ്പോൾ നടക്കുന്ന എവിടേക്കാണെന്ന് അറിയില്ല, ചിലപ്പോൾ മഹാബലിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താവും. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും മഹാബലിപുരം എന്തോ അത് അങ്ങനെയൊന്നും വിചാരിക്കണ്ട. കാരണം അത് നമ്മളുടെ ഈ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ പെട്ടുന്ന സ്ഥലമാണ്. കുറേ റോക്കൊക്കെ ഉള്ള സ്ഥലം എന്നാണ് ഞാൻ അറിയുന്നത്. പിന്നെ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ജസ്റ്റ് മുടിയൊക്കെ സെറ്റാക്കി കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് പോകും. അപ്പോൾ ഗൈസ്, ഞങ്ങളങ്ങനെ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോവുകയാണ്. ഗൈസ്, ഞാൻ അവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ, കാരണം അവർ ലിഫ്റ്റിലാണ് വന്നിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റെയർ കയറി വന്നിട്ടുണ്ട്. ഗൈസ്, ഞങ്ങളിത് അവിടെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്, മഹാബലിപുരത്തിലേക്ക് കയറുന്നതിന് മുമ്പേ. അപ്പം ഞങ്ങൾ ഇങ്ങനെ വരുന്നതിൻ്റെ മുമ്പ് ജസ്റ്റ് ഒന്ന് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നമ്മുടെ ചിക്കൻ ബിരിയാണി ആട്ടോ കഴിച്ചത്. അപ്പോൾ 2 പേരും ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാനും ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ചാച്ചു ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി ആയിട്ടാണ് ട്രിപ്പിന് വന്നിട്ടുള്ളത്. ചാച്ചുവും നാച്ചും മാത്രമല്ല, ബാച്ചും ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുക ഈ മഹാബലിപുരത്തിൽ എന്താ കാണാനുള്ളതെന്ന്. അതിൽ ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഒരു പാറ വെച്ചിട്ട് ഒരു ക്ഷേത്രം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിമ മാതിരിയൊക്കെ ഉണ്ടാക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലും നമുക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ ഗൈസ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം മറീന ബീച്ചിലേക്ക് പോകുന്നു. നല്ല വലിയ ബീച്ചാണ്, നല്ല അറിയപ്പെടുന്ന ബീച്ചാണ് കേട്ടോ.
ഇനി നമുക്ക് മഹാബലിപുരത്തിൽ വെച്ച് കാണാം. അങ്ങനെ ഗൈസ് ഞങ്ങളിതാ മഹാബലിപുരത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിതാ ഇവിടുത്തെ ഏറ്റവും വലിയല്ല കുറച്ച് ആഴമുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗൈസ്. എന്താല്ലേ ഇത്രക്കൊക്കെ വലിയ പാറകളെന്ന് വെച്ചാൽ ഇനി ഞാൻ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് നിങ്ങൾ ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ്. അതാ അവിടെ നിങ്ങൾക്ക് അവിടെ കുറച്ച് ബ്ലൂ കളർ കാണാണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് മറീന ബീച്ച്. നമ്മൾ ഇന്ന് വൈകുന്നേരം മറീന ബീച്ചിലേക്ക് പോകും. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ നമ്മുടെ മറീന ബീച്ചിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ സർക്കാർ അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഗാന്ധിജിയുടെ ചാച്ചാജിൻ്റെ കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ നിങ്ങൾക്കിപ്പോൾ ഇത് കാണിച്ചിട്ട് എത്ര ഭംഗിയാണെന്ന് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കണം. ഗൈസ് എനിക്ക് ഫുള്ള് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം ഞങ്ങളിപ്പോൾ ഇതാ മറീന ബീച്ചിലേക്ക് ഡയറക്റ്റ് പോവുകയാണ്. ഇപ്പോൾ ഇതാ ഇവിടെയൊക്കെ കണ്ടുമുട്ടി കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ മറീന ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓ മൈ ഗോഡ് ഗൈസ്, അവിടെ ഒരു റെഡ് ഫോർട്ട് മാതിരി ഒരു ബിൽഡിംഗ് ഉണ്ട്. എന്താണ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് എന്നാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ കണ്ട ഒരു കുട്ടീനെ ഞാൻ വായിച്ചാണ് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് മറീന ബീച്ചിൽ വെച്ച് കാണാം. അങ്ങനെ ഗൈസ് നമ്മളുടെ തമിഴ്നാട് ട്രിപ്പ് ഡേ 2 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റിൽ വന്ന് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു മറീന ബീച്ചിലേക്ക് പോയിണ്ടായിരുന്നു. പക്ഷേ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം രാത്രി ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റില്ല. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വെള്ളം പോലും കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല. ജസ്റ്റ് ഒന്ന് മണ്ണിൽ ചവിട്ടി കളിച്ചു പിന്നെ ഇങ്ങോട്ട് വന്നു, അത്ര. പക്ഷേ ഇന്ന് എൻ്റെ ഫാമിലി ഉണ്ട്. ആദ്യത്തെ വീട് തമിഴ്നാട്ടിലാണ് അവർ കുറച്ചൊക്കെ വളർന്നത്. അപ്പം അവരുടെ വീട് കാണാനും ഇന്ന് വേറൊരു ബീച്ചൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതിന് ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ കുറേ തെരുവുകളുണ്ടായിരുന്നു ബീച്ചിൽ. അപ്പോൾ അത് അവിടെ വന്ന് മുല്ലപ്പൂ വെച്ചു ഗൈസ്. അങ്ങനെയുണ്ട് എൻ്റെ കമ്മൽ. അപ്പം ഗൈസ് നമുക്ക് അവിടെയൊക്കെ എത്തിയിട്ട് കണ്ടു നോക്കാം. അങ്ങനെ ഗൈസ് ഞങ്ങളിത് എൻ്റെ ഉമ്മാൻ്റെ ആദ്യത്തെ വീടൊക്കെ കണ്ട് അവിടുത്തെ ആളുകളോടൊക്കെ സംസാരിച്ച് സെറ്റാക്കിയിട്ട് ഞങ്ങളിപ്പോൾ ഇതാ ഗിണ്ടി പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്, കാരണം കുറേ നടക്കാനൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തന്നെ നടക്കുന്നത് ഒരു പുല്ലിലാണ്, കാരണം ഇവിടെ എവിടെ നോക്കിയാലും പുല്ലാണ് ഗൈസ്. കണ്ടില്ലേ, എവിടെ നോക്കിയാലും പുല്ലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സിറ്റിംഗ് സ്പോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ആർട്സ് ഉണ്ട്, ഒരു പ്രൊമോഷൻ മാതിരി ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കളിക്കാനുള്ളത് മാത്രമാണ് നോക്കുന്നത്. എന്നുവെച്ചാൽ പാർക്കെന്ന് വെച്ചാൽ കളിക്കാനുള്ള സ്ഥലമാണല്ലോ, അതുകൊണ്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ ഗൈസ്. ഞങ്ങളങ്ങനെ ബീച്ചിൻ്റെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഗൈസ് ഒരു ചെറിയ ഇഷ്യൂ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സായി. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് വരുമ്പോഴേക്ക് ട്രെയിനൊക്കെ പോയിണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിതാ അടുത്ത ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ഡബിൾ ഡെക്കർ എന്ന് പറയാം, അതിനൊരു ബസ് കയറിയിട്ടുണ്ട്. 2 ബെഡ് ഉള്ളതാണ്. താഴെയും ബെഡുണ്ട്, മേലെയും ബെഡുണ്ട്. മേലെ ഞങ്ങൾ കുട്ടികളാണ്. ഇതാ പച്ചക്കുട്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഞങ്ങൾ പുലർച്ചെ 3 മണിക്കാണ് ഞങ്ങൾ വീട്ടിലെത്താൻ പോകുന്നത്. വീട്ടിലല്ല